ഹായ് ഫ്രണ്ട്സ്, ചോയ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാക്കൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ശ്രീകാന്ത് സാറിൻ്റെ വസതിയിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഈ ഒരു ലൂവർ ഷെയ്ഡുള്ള PVCയുടെ പാനലിംഗ് ഷീറ്റാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ശരിക്കും അപ്പുറത്തെ വശത്ത് ചെരുപ്പ് വെക്കാനുള്ള അറ കൂടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് തന്നെ സൗകര്യമുള്ള ഒരു വരാന്ത കൂടിയാണ് ഈ കാണുന്ന വീടിനുള്ളത്. അടുത്ത ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വാളിൽ ഫുള്ളായിട്ട് തന്നെ നമുക്ക് വാൾഡ്രോപ്പ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. വാൾഡ്രോപ്പിനോട് ചേർന്ന് തന്നെ മിറർ യൂണിറ്റ് വന്നിരിക്കുന്നതും PVC പാനൽ ബോർഡിൽ തന്നെയാണ് മിറർ യൂണിറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനോട് കീഴിലായിട്ട് ഒരു ഡ്രോ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ഡോറ് മുകളിലേക്ക് തുറക്കുന്ന ഒരു സ്റ്റോറേജ്, ബെഡ്റൂമിൻ്റെ റാക്കുകൾ, ഇൻസൈഡ് വരുന്ന ഒരു ഡ്രോ, സാരിയെല്ലാം മടക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാങ്ങർ പോർഷൻ, നമുക്ക് ഷർട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പോർഷൻ, പിന്നെ 2 റാക്ക്, വീണ്ടും അതുപോലെ തന്നെ ഇൻസൈഡിൽ ഒരു ഡ്രോ വരുന്ന റാക്കുകൾ. പിന്നെ ഇത് നമ്മൾ ലോഫ്റ്റ് ഡോറുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. തന്നെ സ്റ്റഡി പ്ലസ് കമ്പ്യൂട്ടർ യൂണിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കാല് അകത്ത് കയറിയിരുന്ന് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനായിട്ടും എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ലോഫ്റ്റ് ചെയ്തിരിക്കുന്നതിൽ 3 ഡോറും പ്ലസ് ഒരു നെറ്റിന്റെ അഡീഷണൽ ഫിക്സറും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് വരുന്ന വൈഫൈ യൂണിറ്റുകളും അതുപോലെ തന്നെ കേബിളുകളും എല്ലാം ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലേക്കാണ് നമുക്ക് പോകുന്നത്. ഇവിടെ വരുമ്പോൾ സിങ്കിനടിയിലായിട്ട് നമ്മൾ ഒരു വേസ്റ്റ് ബിൻ ബാസ്ക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിനോട് ചേർന്ന് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഡോർ, അടുത്തതായിട്ട് ഒരു ഓയിൽ പുൾ ഔട്ട് ബാസ്ക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു GTPTയുടെ യൂണിറ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഫോൾഡിംഗ് ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ള ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അയൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ അയൺ ബോക്സ് വെക്കുന്നതിന് ഒരു ടേബിൾ ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് ഇത് അയൺ ചെയ്യാനുള്ള പ്ലഗ് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇതൊരു പാസേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഇതുപോലെ തന്നെ മടക്കി വെച്ച് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളോട് ഇതിനകത്ത് മടക്കി വെക്കാവുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് പാസേജ് യൂണിറ്റിന് ഒട്ടും തന്നെ തടസ്സമില്ല. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫുൾ യൂണിറ്റ് തന്നെ വാൾഡ്രോപ്പ് ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. അതിനോട് തന്നെ ചേർന്നാണ് ഈ ഒരു കോർണർ
രീതിയിലാണ് ഇവിടുത്തെ വിൻഡോ വന്നിരിക്കുന്നത്. അതിനോട് അത്യാവശ്യം നമുക്ക് ഇരിക്കാനും കൂടി കണക്കായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഡ്രോവുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ വാർഡ്രോബ് വരുന്നതിന് വീണ്ടും PVC റൂട്ടർ പാനലുകൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെയാണ് മിറർ ആക്കിയിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ചെറിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് ഒളിച്ചു വെക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഈ ഒരു ലോഫ്റ്റ് നമുക്ക് ഹൈറ്റ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ വാർഡ്രോബിന്റെ മുകളിൽ തന്നെ എക്സ്ട്രാ ലോഫ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയാനുള്ളത്, ഇതൊരു പുതിയ ഡിസൈനിലാണ് നമ്മൾ ഈ ഒരു വാർഡ്രോബിൽ ഷീറ്റുകളെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകതരം ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു തീമിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ഒരു ഗ്രേ കളർ പാറ്റേൺ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിലും ഈ സെയിം ഡിസൈൻ തന്നെയാണ്. അപ്സ്റ്റേറിലേക്ക് വരുമ്പോൾ മറ്റൊരു ബാത്റൂമിലാണ് നമ്മൾ വീണ്ടും ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ആയിട്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്.